നമസ്കാരം. എന്നാ ഉണ്ട്? ഇന്ന് ഒരു ചെറിയ ഔട്ടിംഗ് വിശേഷമാണ്. ഇത് ബഹറിനിലെ മുഹറക്കിലെ പേളിംഗ് പാത്ത് കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പേളിംഗ് പാത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള മനോഹരമായൊരു കാഴ്ചയാണ് ഇത്. 50ഓളം വലുതും ചെറുതുമായ ഐലൻഡ് ഉൾക്കൊള്ളുന്നൊരു ദ്വീപ് രാജ്യമാണ് ബഹ്റിൻ. അവിടുത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ഐലൻഡായിട്ടാണ് മുഹറക്ക് അറിയപ്പെടുന്നത്. ബഹ്റിൻ്റെ ഇപ്പോഴത്തെ തലസ്ഥാനം മനാമയാണ്. എന്നാൽ 1932 വരെ അത് ഈ മുഹറക്കായിരുന്നു. മുഹറക്ക് ഇവിടുത്തെ തലസ്ഥാനമാകാനായിട്ട് മെയിൻ കാരണവും ഈ പേളിംഗ് ഇൻഡസ്ട്രിയും അവിടുത്തെ ട്രഡീഷണൽ രീതികളും കുറേ ട്രഡീഷണൽ വീടുകളും ഉൾക്കൊള്ളുന്നതുകൊണ്ടായിരുന്നു. ഇന്ന് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പേളിംഗ് പാത്ത്. ഇത് പേളിംഗ് പാത്തിന് തന്നെ അടുത്തുള്ള ഒരു മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൽ പേൾ എങ്ങനെ ശേഖരിച്ചുവെന്നും അത് ഏതൊക്കെ വീടുകളിൽ സൂക്ഷിച്ചുവെന്നും എങ്ങനെ മാർക്കറ്റിലെത്തിയെന്നുള്ള വിവരണവും ഡിസ്പ്ലേയും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായൊരു ചെറിയ ബീച്ചിൽ ആണ് ഈ പേളിംഗ് പാത്തിൻ്റെ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഓയിൽ കണ്ടുപിടിക്കുന്നതിന് മുൻപേ ബഹ്റിൻ്റെ എക്കണോമിക് ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ പേളിംഗ് ഇൻഡസ്ട്രി ആയിരുന്നു. 1911 ഈ പേളിംഗ് ഇൻഡസ്ട്രിയുടെ പീക്ക് ടൈം എന്ന് പറയുന്നത്. എന്നാൽ 1930 ഈ ഇൻഡസ്ട്രിക്ക് തകരാറുകൾ സംഭവിക്കാൻ തുടങ്ങി. അതിൻ്റെ മെയിൻ കാരണമായിട്ട് പറയുന്നത് ചീപ്പറായിട്ട് കൾട്ടിവേറ്റഡ് പേൾസ് ഒക്കെ മാർക്കറ്റിൽ ലഭ്യമായതും ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസും ഒക്കെയായിരുന്നു. മ്യൂസിയത്തിൽ കണ്ട പേൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ട്രഡീഷണൽ വീടുകളിൽ ഒന്നാണ് ഇത്. എങ്ങനെയാണ് പണ്ട് കാലത്ത് പേൾ എടുത്തതെന്നും അതിന് യൂസ് ചെയ്ത എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കടലിനടിയിൽ നിന്നും തുടങ്ങുന്ന മുത്തുകളുടെ യാത്ര, അത് മാർക്കറ്റിലെത്തുന്നതും പിന്നീട് കച്ചവട ഭവനങ്ങൾ പോലെയുള്ള കെട്ടിടങ്ങളിൽ മസ്ജിദുകളിലും കടകളിലുമൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നതുമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ബഹ്റിൻ്റെ പഴയ കാലത്തെക്കുറിച്ചും പേളിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ചുമൊക്കെ അറിവ് പകർന്നു തന്ന നല്ലൊരു സായാഹ്നമായിരുന്നു ഈ യാത്ര.